ഹലോ നമസ്കാരം, ഞാൻ ഷിനു സൂര്യനാരായണൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു ടൊമാറ്റോ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നതായിട്ടാണ്. ഈ ടൊമാറ്റോ സൂപ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ വീഡിയോ ഫുള്ളായിരുന്നു കാണാം, എന്നാലേ അതിൻ്റെ ഫുൾ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് 4 തക്കാളി, ഒരു വലിയുള്ളി, അതായത് ഒരു വലിയുള്ളിയുടെ പാതി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു 2 കറാമ്പൂ വേണമെന്നില്ല, 1 കറാമ്പൂ ഇട്ടാലും മതി. ഒരു 10 കുരുമുളക്, 10 കുരുമുളക്, ഒരു 2-3 ചെറിയ അല്ലിയാണെങ്കിൽ 2-3 ചെറിയ വെളുത്തുള്ളി, 2 ബേ ലീഫ്, അതായത് 2 ബേ ലീഫ് വെച്ചിട്ട് 1 ബേ ലീഫ് മതിയാവും. നമുക്ക് നോക്കാം. 1 സ്പൂണ് കോൺഫ്ലവർ, പിന്നെ 1 സ്പൂണ് ബട്ടർ. ഇത്രയുമാണ് നമ്മൾക്ക് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. ഈ ഒരു മൂക്ക് കളയുക. അതിലോട്ട് എല്ലാം മുറിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ബേ ലീഫ്, വെളുത്തുള്ളി ഇടുക. അതിനുശേഷം കുരുമുളക് ഇതിലേക്ക് ഇടുക. 2 കറാമ്പൂ ഇതിലേക്ക് ഇടുക. നമുക്ക് നമ്മുടെ വലിയ ഉള്ളിയുടെ ഹാഫ് മതി, ഇത്രയും മതി. നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് 4 കട്ട് ചെയ്യുക. നമ്മളെന്തായാലും ഇതിൽ 4 കട്ട് ചെയ്തിട്ട് നമ്മളതിലിടുക. 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് വെച്ച് ചൂടാക്കുക. മൂന്ന് വിസിൽ വന്നതിന് ശേഷം നമ്മളതെല്ലാം പ്രഷറും പോയ ശേഷം നമ്മളിതിനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. എന്തായാലും 3 വിസിലൊക്കെ വന്ന് നമ്മളിത് പ്രഷറൊക്കെ പോയി നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതിൽ നിന്ന് ഇനി നമ്മൾ മിക്സിയിലിട്ട് ഇതാക്കണം. അതിനെ നമ്മൾ മിക്സിയിലിട്ട് ആക്കുമ്പോൾ നമുക്ക് ഈ ഇലൻ്റെ ആവശ്യമില്ല. ഈ ഇല നമ്മൾ റിമൂവ് ചെയ്യുക. ഇല വേണ്ട. നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലവറാണ്. കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അതിനെ കലക്കി വയ്ക്കണം. അതേപോലെ തന്നെ ഒരു 2-3 സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ കുറച്ച് ഉപ്പും, പഞ്ചസാര ഒരു 3 സ്പൂൺ, കുറച്ച് ഉപ്പും ആണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. ഇത് ചൂടായി. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ അരച്ച് വെച്ച ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ പഞ്ചസാര, ഞാനിതിലൊരു 3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. കുഴപ്പമില്ല. അതിനുശേഷം കുറച്ച് ചൂടാവട്ടെ. ഈ നമ്മൾ ഇത് നന്നായി തിളയ്ക്കണം. ഈ തിളയ്ക്കുന്ന സമയത്ത്
ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് അതേപോലെ ഒരു ലെയർ വരുന്നുണ്ടോ ഫോം. ആ ഫോം ഇപ്പോൾ നമുക്ക് ഇതിന്ന് പോകണം, അതുവരെ നമ്മൾ തിളപ്പിക്കണം. ഇത് കുറച്ച് തിളച്ചതിന് ശേഷം ഫസ്റ്റ് തിളച്ചതിന് ശേഷം നമ്മളിതിൽ കോൺഫ്ലവർ നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി തിക്കാവാനാണിത് ചെയ്യുന്നത്. കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ആകുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടി, എരിവ് ഇത്തിരി പോരാ, പക്ഷെ എന്നാലും കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുടിച്ച് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് സംഭവം. നന്നായിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നല്ല, നമ്മൾ ഹോട്ടൽസിലൊക്കെ പോയി കിട്ടുന്ന ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് അത്രയും ഒരു ഇത് വരുമല്ലോ. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, പരീക്ഷിച്ച് നോക്കുക. തുടർന്നും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾക്ക് ആണ് നമ്മുടെ ബലം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ ആം ഷിനു Suryanarayanan signing off.